Hi students, how are you all? Welcome back to SS Online Class. It's me Asnya, your new social science teacher. Today we are discussing about the new chapter in our EVS textbook. Chapter 9, Up You Go. Are you ready to listen class? Okay, let's start our class. Today we are discussing about the experience of Bajendra Pal at the mountaineering camp in 1984. 1984 മൗണ്ടനറിങ് ക്യാമ്പിൽ ഉണ്ടായിരുന്നുള്ള ബജേന്ദ്ര പാൽ അവരുടെ എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ബജേന്ദ്ര പാൽ born 24th May 1954, is an Indian mountaineer who in 1984 became the first Indian woman to reach the summit of Mount Everest. She was awarded the third highest civilian award, Padma Bhushan, by Government of India in 2019. ഇപ്പം എന്താണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ബജേന്ദ്ര പാലിൻ്റെ എക്സ്പീരിയൻസ് സ്റ്റോറിയാണെന്ന് പറഞ്ഞു. ബജേന്ദ്ര പാൽ ആരാണ്? ഈസ് ആൻ ഇന്ത്യൻ മൗണ്ടേനിയർ ആണ് ആൻഡ് ബിക്കെയിം ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ എന്നാണ്. മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയിട്ടുള്ള ഫസ്റ്റ് ഇന്ത്യൻ വുമണും ഇന്ത്യൻ മൗണ്ടേനിയറുമായിട്ടുള്ള ബജേന്ദ്ര പാലിൻ്റെ ഒരു ഷോർട്ട് എക്സ്പീരിയൻസ് സ്റ്റോറിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. 2 February 1984, മൗണ്ടനിയറിംഗ് ക്യാമ്പ്, നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൗണ്ടനിയറിംഗ്, ഉത്തർകാശിയിലുള്ള ഒരു മൗണ്ടനിയറിംഗ് ക്യാമ്പിലെ ഒരു ചെറിയൊരു അനുഭവമാണ് ഫസ്റ്റ് പറയുന്നത്. 1984 February 2nd, we were at the mountaineering camp and were very excited. എന്താണ്? ഞങ്ങൾ മൗണ്ടനിയറിംഗ് ക്യാമ്പിൽ വളരെ ആവേശത്തിലായിരുന്നു. 20 of us were teachers from കേന്ദ്രീയ വിദ്യാലയാസ്. ഞങ്ങളിൽ 20 പേര് കേന്ദ്രീയ വിദ്യാലയത്തിലെ ടീച്ചേഴ്സാണ്. There were other women ഫ്രം ബാങ്ക്സ് ആൻഡ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ബാങ്കുകളിൽ നിന്നുള്ളതും അതുള്ള മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ ഉള്ള സ്ത്രീകളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ടുഡേ വാസ് ദ സെക്കൻഡ് ഡേ ഓഫ് ദി ക്യാമ്പ്. ഇന്നെന്താണ്? ക്യാമ്പിൻ്റെ രണ്ടാമത്തെ ദിവസമായിരുന്നു. ഇൻ ദി മോർണിംഗ് ആസ് ഐ ഗോട്ട് ഔട്ട് ഓഫ് ബെഡ് ആൻഡ് പുട്ട് മൈ ഫുഡ് ഡൗൺ. രാവിലെ ഞാൻ ബെഡിൽ നിന്ന് എണീച്ചിട്ട് ഇറങ്ങുമല്ലോ, ബെഡിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കാല് താഴ്ത്തി. ഐ സ്ക്രീംഡ് ഇൻ പെയിൻ. എനിക്ക് കനത്ത കാലിന് ഭയങ്കര വേദന ഉണ്ടായിട്ട് ഞാൻ നിലവിളിച്ചു. I remembered yesterday's 26 kilometer walk with the heavy rucksack on my back. ഇന്നലെ നല്ല പുറകിൽ വലിയ റക്സാക്ക് കനുമായിട്ട് 26 kilometers നടന്നത് ഞാൻ ഓർത്തു. കാരണം അത്രയും വെയിറ്റ് ബാക്കിലുണ്ടായിട്ട് ഞാൻ 26 kilometers നടന്നു, അത് ഞാൻ ഓർത്തു. I was afraid to go back to that steep climb and the rough narrow path. നല്ല ഇടുങ്ങിയതും പരുക്കനായിട്ടുള്ള പാതകളിൽ നല്ല കുത്തനെയുള്ളതായിട്ടുള്ള ഇടുങ്ങിയതും അതുപോലെ പരുക്കനായിട്ടുള്ള സ്ഥലത്തേക്കാണ് പോയിരുന്നത്, നല്ല ഇടുങ്ങി നിൽക്കുന്ന സ്ഥലത്തേക്ക്. ഞാൻ അങ്ങനെ പോകുന്നത് ഭയപ്പെട്ടിരുന്നു. With tears in my eyes, I started walking slowly towards the room of Brigadier Gyan Singh, the director of our adventure course. നല്ല പെയിൻ ഉണ്ടല്ലോ ലെഗിന്. അപ്പോൾ എൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണീരൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് ഞാൻ മെല്ലെ പതുക്കെ നടക്കാൻ തുടങ്ങി. എവിടേക്കാണ് നടന്നത്? towards the room of Brigadier Gyan Singh, the director of our adventure course. അവിടെ അഡ്വഞ്ചർ കോഴ്സിൻ്റെ ഡയറക്ടർ ആയിരുന്ന ബ്രിഗാഡിയർ ഗ്യാൻ സിംഗിൻ്റെ അടുത്തേക്കാണ് നടന്നത്. I was thinking of what I would say to excuse myself from that day's
ട്രക്ക്. അപ്പം എന്താ, ആ ദിവസത്തെ ട്രക്കിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം, അതിനു വേണ്ടിയിട്ട് എന്ത് പറയുമെന്ന് ചിന്തിക്കുകയായിരുന്നു ഞാൻ. സഡൻലി ഐ ഹിയർഡ് ഹിസ് ഡീപ് വോയിസ് ഫ്രം ബിഹൈൻഡ്. പെട്ടെന്ന് എന്താ, പിന്നിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ശബ്ദം ഞാൻ കേട്ടു. ഹറി അപ്പ്, അതർവൈസ് യു വിൽ ഹാവ് ടു ട്രക്ക് ആൻഡ് ഓൺ ആൻ എംപ്റ്റി സ്റ്റൊമക്ക്. എന്താണ്, പെട്ടെന്ന് തന്നെ ഈ പ്രഭാത സമയത്ത് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, വേഗത്തിലാക്കുക, അല്ലെങ്കിൽ എന്താ, നിങ്ങൾക്ക് ഒഴിഞ്ഞ വയറ്റിൽ ഒന്നും കഴിക്കാതെ തന്നെ ട്രക്ക് ചെയ്യേണ്ടി വരും. സർ ഐ കുഡ് നോട്ട് സേ എനി മോർ. എന്താണ്, സാറെന്ന് വിളിച്ചെങ്കിൽ എനിക്ക് കൂടുതലൊന്നും പറയാൻ കഴിഞ്ഞില്ല. യു ഹാവ് കെയിം ടു ടെൽ മീ ദാറ്റ് യു ഹാവ് ബ്ലിസ്റ്റേഴ്സ് ഓൺ യുവർ ഫീറ്റ് ദാറ്റ് യു കനോട്ട് വാക്ക്, ഇസിൻറ്റ് ഇറ്റ്? യെസ് സർ. നിങ്ങളുടെ കാലിൽ നല്ല നടക്കാൻ കഴിയാത്ത വിധത്തിൽ പൊള്ളലുണ്ടെന്ന് പറയാൻ വന്നതല്ലേന്ന് അപ്പോൾ സാർ ഇങ്ങോട്ട് ചോദിച്ചു. അപ്പം എന്ത് റിപ്ലൈ ചെയ്തു? യെസ് സർ, അതെ. ദിസ് ഈസ് നത്തിങ് ന്യൂ നൗ ഗെറ്റ് റെഡി ക്വിക്ക്ലി. ഇത് പുതിയൊരു കാര്യമൊന്നുമല്ല, പെട്ടെന്ന് റെഡി ആയിട്ട് പുറത്തേക്ക് വരണം എന്ന് സാറപ്പോൾ പറഞ്ഞു. ഐ ഹങ് മൈ ഹെഡ് ആൻഡ് റഷ്ഡ് ബാക്ക് ടു ഗെറ്റ് റെഡി. ഐ ഹാഡ് ജസ്റ്റ് ടേൺ വെൻ ഐ ഹിയർ ഹിസ് വോയിസ് അഗെയിൻ. ഇപ്പം എന്താ, അതൊന്നും കാര്യമാക്കാതെ വേഗത്തിൽ തയ്യാറായി വരാൻ പറഞ്ഞു. അങ്ങനെ എന്തായി, റൂമിൽ പോയിട്ടൊക്കെ റെഡി ആയിട്ട് വന്നു. ഐ ഹാഡ് ജസ്റ്റ് ടേൺ വെൻ ഐ ഹിയർഡ് ഹിസ് വോയിസ് അഗെയിൻ. പിന്നെന്താ, അദ്ദേഹത്തിൻ്റെ ശബ്ദം കേട്ടപ്പോഴാണ് തിരിഞ്ഞു നോക്കുന്നത്. ലിസൺ മാഡം, യു വിൽ ലീഡ് ഗ്രൂപ്പ് നമ്പർ 7. എന്താണ്, മാഡം നിങ്ങൾ ഗ്രൂപ്പ് നമ്പർ 7 ലീഡ് ചെയ്യണം. അതിന് ഫുൾ എല്ലാ കാര്യങ്ങളും മാഡം നോക്കണം. യു വിൽ ഹാവ് ടു ഹെൽപ്പ് എനി മെമ്പർ ഹൂ ഹാസ് ഡിഫിക്കൽറ്റി ക്ലൈംബിങ് ദ മൗണ്ടെയിൻ. എന്താണ്, ഈ പർവ്വതത്തിൽ മൗണ്ടെയിനിൽ കയറാൻ പ്രയാസമുള്ള ആളുകളുണ്ടാവില്ല, അവരെ സഹായിക്കുക, അവർക്ക് വേണ്ട ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുക്കണം. യു ഹാവ് ഓൾറെഡി ബീൻ ടോൾഡ് അബൌട്ട് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് എ ഗ്രൂപ്പ് ലീഡർ ഇൻ ദി മൗണ്ടെയിൻസ്. എന്താണ്, മൗണ്ടെയിൻസിൽ ഒരു ഗ്രൂപ്പ് ലീഡർക്ക് വേണ്ട ഉത്തരവാദിത്തങ്ങളെ കുറിച്ചിട്ടൊക്കെ ഇതിനകം നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയാണ്. ടെൽ, പറയുക. എന്താണ്, ഹാവ് യു എവർ സീൻ ദ മൗണ്ടെയിൻസ്? ഹാവ് യു ആൾസോ ക്ലൈംബ്ഡ് എ മൗണ്ടെയിൻ? വെൻ ആൻഡ് വേർ? നിങ്ങൾ എപ്പോഴെങ്കിലും മൗണ്ടെയിൻ കണ്ടിട്ടുണ്ടോ? അതേപോലെ മൗണ്ടെയിനിൽ കയറിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എപ്പോൾ, എവിടെ വെച്ചിട്ട് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഉണ്ടെങ്കിൽ യെസ് എഴുതാം, അല്ല എന്നുണ്ടെങ്കിൽ നോ. യെസ് ഉണ്ടെങ്കിൽ എവിടുന്ന് കണ്ടു, ആൻഡ് വെൻ എപ്പോൾ, വേർ എവിടെ വെച്ചിട്ടാണ്, എങ്ങനെയാണ് കണ്ടത് എന്നുള്ളതും. ഹാവ് ആൾസോ ക്ലൈംബ്ഡ് എ മൗണ്ടെയിൻ, ഒരു പർവ്വതത്തിൽ കയറിയിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ യെസ് ഓർ നോ, ഉണ്ടെങ്കിൽ വെൻ, വേർ. റൈറ്റ് ദ ആൻസർ ഇൻ യുവർ നോട്ട്ബുക്ക്. Then second, how far have you walked at one time? How far can you walk? എന്താണ്, ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ ഈ സ്റ്റോറിയിൽ 26 കിലോമീറ്റേഴ്സ് നടന്നു എന്ന്. അതുപോലെ ഹൗ ഫാർ ഹാവ് യു വാക്ക്ഡ് അറ്റ് വൺ ടൈം? ഹൗ ഫാർ ക്യാൻ യു വാക്ക്? ഒരു നിശ്ചിത സമയത്തിൽ എത്ര ദൂരം നിങ്ങൾ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര ദൂരം നിങ്ങൾക്ക് നടക്കാൻ കഴിയും? അപ്പോൾ എന്തായാലും ആൻസർ പറയാ, ഐ വാക്ക്ഡ് അബൌട്ട് 5 കിലോമീറ്റർ അറ്റ് വൺ ടൈം. എനിക്ക് എന്താ, ഒരു ടൈമിൽ 5 കിലോമീറ്റർ നടക്കാൻ കഴിയും. ഐ തിങ്ക് ഐ കാൻ വാക്ക് ആസ് ഫർ അപ്പ് ടു 10 കിലോമീറ്റേഴ്സ് അറ്റ് എ ടൈം. ഒരു ടൈമിൽ എനിക്ക് ഒരു 10 കിലോമീറ്റേഴ്സൊക്കെ നടക്കാൻ കഴിയും. അത് നിങ്ങൾക്ക് എങ്ങനെയാണോ കഴിയുന്നത് അത് ആ രൂപത്തിലായിട്ട് എഴുതുക. Then imagine, what do you think about the path so on the mountain? Draw a picture. എന്താണ്, മൗണ്ടെയിൻസിൻ്റെ പാത്തില്ലേ, അവിടേക്കുള്ള പാതകളൊക്കെ നിങ്ങൾ, അവിടേക്ക് പോകുന്ന വഴിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് ഇമാജിൻ ചെയ്തിട്ട് ഡ്രോ എ പിക്ചർ, ഒരു ചിത്രം വരയ്ക്കുക. ദെൻ എ ബിഗ് റെസ്പോൺസിബിലിറ്റി. ഐ സ്റ്റാർട്ടഡ് തിങ്കിങ് അബൌട്ട് വാട്ട് എ ലീഡർ മസ്റ്റ് ഡു. ഇപ്പം എന്താണ്, ഒരു ലീഡർക്ക് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ് ഉണ്ടാവുക എന്നുള്ളത് ഇങ്ങനെ ഞാൻ ചിന്തിച്ചു തുടങ്ങി. ഫസ്റ്റ് എന്താ, ഹെൽപ്പ് അതേഴ്സ് ഇൻ ക്യാരിയിങ് ദർ ബാഗ്സ്. ഫസ്റ്റ് എന്താണ്,
മറ്റുള്ള ആളുകൾക്ക് ഈ ബാഗുകളൊക്കെ എടുക്കാൻ കഴിയാത്ത ആളുകളുണ്ടല്ലോ, അവർക്ക് ബാഗുകളൊക്കെ എടുക്കാൻ സഹായിക്കുക. ദെൻ സെക്കൻഡ്, ലെറ്റ് ദ ഗ്രൂപ്പ് ഗോ ഹെഡ് ആൻഡ് കീപ് ടു ദ ലാസ്റ്റ്. എന്താണ്, ഒരു ഗ്രൂപ്പ് മുന്നോട്ട് പോവാനും ആ ഒരു ഗ്രൂപ്പ് മുന്നോട്ട് പോവാനും അത് അവസാനം വരെ നിലനിർത്താനും അതിനെ അനുവദിക്കുക. ഹെൽപ്പ് ദോസ് ഹൂ കനോട്ട് ക്ലൈം പ്രോപ്പർലി. എന്താണ്, അതേപോലെ മൗണ്ടെയിനിൽ ശരിയായിട്ട് കയറാൻ കഴിയാത്ത ആളുകളുണ്ടല്ലോ, അവരെ കയറാൻ സഹായിക്കുക. ദെൻ നെക്സ്റ്റ്, ഫൈൻഡ് എ ഗുഡ് പ്ലേസ് ടു സ്റ്റോപ്പ് ആൻഡ് റെസ്റ്റ്. എന്താണ്, അതുപോലെ തന്നെ ഈ കയറുന്ന ആളുകൾക്ക് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സ്ഥലം കണ്ടെത്തുക. ദെൻ നെക്സ്റ്റ്, ലുക്ക് ആഫ്റ്റർ ദോസ് ഹൂ ആർ നോട്ട് വെൽ. എന്താണ്, സുഖമില്ലാത്തവരെ നോക്കുക. അതിന് എന്തെങ്കിലും ബുദ്ധിമുട്ട്, കാരണം ഒരു മൗണ്ടെയിൻ കയറുക എന്ന് പറയുമ്പോൾ കുറച്ച് റിസ്ക്കി ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്തെങ്കിലും ഹെൽത്തി പ്രോബ്ലംസ് ഉള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ നന്നായിട്ട് കെയർ ചെയ്യാം. ദെൻ നെക്സ്റ്റ്, അറേഞ്ച് ഫോർ ഫുഡ് ഫോർ ദി ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിലുള്ളവർക്ക് ഭക്ഷണം ഫുഡ് കിട്ടാൻ്റെ ടൈമിലേക്ക് ഫുഡ് എത്തിക്കുക എന്നുള്ളതും ഒരു ബിഗ് റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഒരു ലീഡർ റെസ്പോൺസിബിലിറ്റി? ഹെൽപ്പ് അതേഴ്സ് ഇൻ ക്യാരിയിങ് ദർ ബാഗ്സ്, ലെറ്റ് ദ ഗ്രൂപ്പ് ഗോ ഹെഡ് ആൻഡ് കീപ് ടു ദ ലാസ്റ്റ്, ഹെൽപ്പ് ദോസ് ഹൂ കനോട്ട് ക്ലൈം പ്രോപ്പർലി, ഫൈൻഡ് എ ഗുഡ് പ്ലേസ് ടു സ്റ്റോപ്പ് ആൻഡ് റെസ്റ്റ്, ലുക്ക് ആഫ്റ്റർ ദോസ് ഹൂ ആർ നോട്ട് വെൽ, ദെൻ ലാസ്റ്റ് അറേഞ്ച് ഫോർ ഫുഡ് ഫോർ ദി ഗ്രൂപ്പ്. The most important things to be ready to be punished even when someone else may have made a mistake. എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? എന്താ, ശിക്ഷിക്കപ്പെടാൻ തയ്യാറാവുക എന്നുള്ളതാണ്. എന്താണ്, ചിലപ്പോൾ മറ്റൊരാളാണ് തെറ്റ് ചെയ്തതുണ്ടെങ്കിൽ പോലും ആ ഗ്രൂപ്പിൻ്റെ ലീഡർ എന്ന നിലയിൽ അതിന് ശിക്ഷിക്കപ്പെടാൻ തയ്യാറാവുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. I realized that there was a special kind of discipline here. I wondered whether the camp will still be fun. എന്താണ്, അതുപോലെ ഈ ക്യാമ്പിൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ അച്ചടക്കം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. നല്ലൊരു ഗ്രൂപ്പാണ്, അവിടെ നല്ല ഡിസിപ്ലിനൊക്കെ ഉള്ള ഒരു ഗ്രൂപ്പാണെന്ന് ഞാൻ മനസ്സിലാക്കി. എന്താണ്, ഇതേപോലെ ക്യാമ്പ് എപ്പോഴും നല്ല രസകരമായിരിക്കുമോ എന്ന് ഞാൻ ചിന്തിച്ചു. ദെൻ ഏത് ഗ്രൂപ്പാണ് കിട്ടിയിട്ടുള്ളത്? ഗ്രൂപ്പ് നമ്പർ 7 ആയിരുന്നു അല്ലേ. ദെൻ ഗ്രൂപ്പ് നമ്പർ 7 ഇൻക്ലൂഡഡ് ഗേൾസ് ഫ്രം ആസാം, മണിപ്പൂർ, മിസോറാം, മേഘാലയ ആൻഡ് നാഗാലാൻഡ്. ആസാം, മണിപ്പൂർ, മിസോറാം, മേഘാലയ ആൻഡ് നാഗാലാൻഡ് ഇവിടെയൊക്കെയുള്ള ഗേൾസാണ് ഗ്രൂപ്പ് നമ്പർ 7 ഉൾപ്പെട്ടിട്ടുള്ളത്. I was the only teacher from കേന്ദ്രീയ വിദ്യാലയ ഇൻ ദിസ് ഗ്രൂപ്പ്. എന്താണ്, കേന്ദ്രീയ വിദ്യാലയം എന്നുള്ള ഞാൻ മാത്രമാണ് കേന്ദ്രീയ വിദ്യാലയയിൽ നിന്നുള്ള ഒരു ടീച്ചർ അതിലുള്ളത് കേട്ടോ. ആ ഗ്രൂപ്പിലുള്ളതിൽ ഒരു ടീച്ചർ ഞാൻ മാത്രമാണ്. I was happy to meet my new group members. ഞാൻ എന്തായി, എൻ്റെ പുതിയ ഗ്രൂപ്പിലുള്ള പുതിയ ആളുകളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. മോസ്റ്റ് ഓഫ് ദം കുഡ് നോട്ട് സ്പീക്ക് ഹിന്ദി വെൽ. അതിൽ കൂടുതൽ ആളുകൾക്ക് ഹിന്ദി നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ആളുകളായിരുന്നില്ല. ഐ സ്റ്റിൽ ഫീൽ ബാഡ് ദാറ്റ് ആഫ്റ്റർ ബീയിങ് ടുഗദർ ഫോർ 21 days. ഇങ്ങനെ കഴിയില്ലെങ്കിലും അവർ നന്നായിട്ട് ഒരുമിച്ചുകൊണ്ട് തന്നെ ആ ഒരു 21 ദിവസം അവർ നല്ല ഹാപ്പി ആയിട്ടൊക്കെ തന്നെ മുന്നോട്ട് പോയി. I could not talk even once with Kondonbi from Mizoram. She spoke only Mizo. എന്താണ്, പക്ഷെ അവരിലുണ്ടായിരുന്ന ഒരു കൊണ്ടോൻബി എന്ന് പറഞ്ഞൊരു ലേഡി അവരുമായിട്ട് തീരെ ഇൻട്രാക്ഷൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല. കാരണം കൊണ്ടോൻബിക്ക് മിസോ ലാംഗ്വേജ് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് അവരുമായിട്ട് കൂടുതൽ ഇൻട്രാക്ഷൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ബട്ട് ഇൻ അവർ ഹാർട്ട്സ് വി ഗ്രോ ക്ലോസ് ടു ഈച്ച് അതർ. പക്ഷെ എങ്കിലും ഞങ്ങളെ മനസ്സിൽ ഞങ്ങൾ തമ്മിൽ വല്ലാണ്ട് അടുത്തിട്ടുണ്ട്. ഇപ്പോൾ കൊണ്ടേൻബി മിസോ ലാംഗ്വേജ് സംസാരിക്കുന്ന ആളായതുകൊണ്ട് അവരോട് കൂടുതൽ ഇൻട്രാക്ഷന് കഴിഞ്ഞിട്ടില്ലെങ്കിലും ഞങ്ങൾ തമ്മിൽ ഐ വണ്ടർഡ് വെദർ
ബട്ട് ഇൻ അവർ ഹാർട്ട് വി ഗ്രോ ക്ലോസ് ടു ഈച്ച് അതർ. ഞങ്ങളെ ഹാർട്ടുകൾ തമ്മിൽ വല്ലാണ്ട് അടുത്തിട്ടുണ്ട്. ടെൽ വാട്ട് യു തിങ്ക് അബൌട്ട് ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ ഗ്രൂപ്പ് ലീഡർ. എന്തൊക്കെയായിരിക്കും ഒരു ഗ്രൂപ്പ് ലീഡർക്കുള്ള റെസ്പോൺസിബിലിറ്റീസ്? ഗ്രൂപ്പ് ലീഡർക്ക് ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ ഗ്രൂപ്പ് ലീഡർ ആർ ചലഞ്ചിങ് ആൻഡ് ഗിവിങ് സെൽഫ് സാറ്റിസ്ഫാക്ഷൻ. കാരണം അവർക്ക് വേണ്ടിയിട്ടും അവർക്ക് സ്വയം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്ന തരത്തിലുള്ള വർക്കുകൾ ചെയ്യുന്നതാണ് ഒരു ഗ്രൂപ്പ് ലീഡർ റെസ്പോൺസിബിലിറ്റി. ദെൻ നെക്സ്റ്റ്, ഹൗ വുഡ് യു ഫീൽ ഇഫ് യു വർ മെയ്ഡ് എ ലീഡർ ഇൻ സച്ച് എ ക്യാമ്പ്. ഇത്തരം ഒരു ക്യാമ്പിൽ നേതാവായാൽ നിങ്ങൾക്ക് എന്താണ് തോന്നുക, എന്തായിരിക്കും നമ്മൾ ഫീൽ ചെയ്യുക എന്നുള്ളത്. ഇപ്പം എന്ത് ചെയ്യും, നമ്മൾ നമ്മുടെ ഒപ്പീനിയൻ പറയാം. If were made a leader in such a camp, it would boost my confidence that I was trusted upon for the job. I would take up the responsibility duty fully. ഇപ്പം എന്താണ്, എനിക്ക് കിട്ടിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്, ഞാൻ എൻ്റെ റെസ്പോൺസിബിലിറ്റി ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യും അല്ലേ. നമ്മളങ്ങനെയല്ലേ പറയുക. ആ ഒരു ക്യാമ്പിൽ ലീഡറായി കിട്ടുമ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ചിട്ട് തന്നെ ഒരു പ്രൗഡ് മൊമെൻറ്റ് തോന്നുന്ന ഒരു നിമിഷമാണ്. ആ ഒരു നിമിഷത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്യും, അവർക്ക് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ്, നമുക്ക് സ്വയം സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്യും. അത് റൈറ്റ് യുവർ നോട്ട്ബുക്ക് ഇൻ യുവർ ഓൺ വേർഡ്സ്. ഓക്കെ. വാട്ട് ഡസ് എ മോണിറ്റർ ഇൻ യുവർ ക്ലാസ് ഹാവ് ടു ഡു. നിങ്ങൾ ക്ലാസ്സിൽ ഒരു മോണിറ്റർ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഒരു മോണിറ്റർ മീൻസ് ഒരു ലീഡറില്ലേ, എന്തൊക്കെയായിരിക്കും നിങ്ങളെ ക്ലാസ്സിൽ ചെയ്യുന്നത്? ടു മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ ഇൻ ദി ക്ലാസ് റൂമിൽ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ദെൻ ടു അറേഞ്ച് റിക്വസൈറ്റ് തിങ്സ് ലൈക്ക് ചോക്ക്, ഡസ്റ്റ്ബിൻ, ഡസ്റ്റർ, ബെഞ്ച്, അങ്ങനെ നമ്മൾ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ക്ലാസ് റൂമിൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ മുന്നിലുള്ളത് ക്ലാസ്സിലെ മോണിറ്ററാണ്. ദെൻ ചെയ്യുന്നത് എന്താ, ടു കൺവേ ദ പ്രോബ്ലംസ് ഓഫ് സ്റ്റുഡൻസ് ടു ദ കൺസേൺഡ് ടീച്ചർ ആൻഡ് ഓർ ഹെഡ് മാസ്റ്റർ. എന്താ, ക്ലാസ്സിലെ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ്, അവർ ഫേസ് ചെയ്യുന്ന എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് അവരുടെ ക്ലാസ് ടീച്ചറെയോ HMനെയോ ഒക്കെ അറിയിക്കുന്നതൊക്കെ ആരായിരിക്കും? ക്ലാസ് മോണിറ്ററാണ്. അപ്പോൾ എന്തൊക്കെയാണ്, വാട്ട് ഡസ് എ മോണിറ്റർ ഇൻ യുവർ ക്ലാസ് ഹാവ് ടു ഡു? എന്തൊക്കെയാണ്? ടു മെയിൻറ്റെയിനിങ് ഡിസിപ്ലിൻ ഇൻ ദി ക്ലാസ് റൂം, to arrange requisite things like chalk, dustbin, etc. Next, to convey the problems of student to the concerned teacher or headmaster. Then last question, would you like to be the class monitor? Why? നിങ്ങൾക്കൊരു ക്ലാസ് മോണിറ്റർ ആവാൻ ആഗ്രഹമുണ്ടോ? എന്തുകൊണ്ട്? റൈറ്റ് ഇൻ ദിസ് ആൻസർ ഇൻ യുവർ ഓൺ വേർഡ്സ്. യെസ് ഓർ നോ. യെസ് ആണെങ്കിൽ യെസ് എഴുതുക, നോ ആണെങ്കിൽ നോ എഴുതുക. ആൻഡ് റൈറ്റ് ദ റീസൺ. യെസ് ആണെങ്കിൽ അതിൻ്റെ റീസൺ, നോ ആണെങ്കിൽ അതിൻ്റെ റീസൺ എഴുതുക. അപ്പോൾ ടുഡേ വി വിൽ ഡിസ്കസ് എ സ്മോൾ ടോപ്പിക് ഇൻ ദിസ് ചാപ്റ്റർ. ചാപ്റ്റർ അപ്പ് വ്യൂ ഗോ. ഫസ്റ്റ് വി വിൽ ഡിസ്കസ് എ സ്മോൾ experience in the mountaineering camp. Then we will discuss the responsibilities of a group leader. Then we will discuss group number 7. അവർക്ക് നൽകിയിട്ടുള്ള ഗ്രൂപ്പ് നമ്പർ 7ലുള്ള ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് പറഞ്ഞു. ദെൻ നമ്മളൊരു ലീഡർക്ക് അല്ലെങ്കിൽ ലീഡർക്ക് ഉണ്ടാകുന്ന റെസ്പോൺസിബിലിറ്റീസും ഒരു ലീഡറെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഡു യു അണ്ടർസ്റ്റാൻഡ് ഇൻ അവർ ക്ലാസ്? Okay. After watching the class, reading the lesson carefully and write the question answers in your notebook. Okay. Bye dear students. See you again.